പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. സ്ത്രീക്ക് പ്രസവവേദന അനുഭവിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ച് കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർക്കുന്നില്ല. അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും. അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്നും എടുത്തു കളയുമില്ല. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പിതാവായ ദൈവത്തോട് എന്തെങ്കിലും ചോദിച്ചു കഴിയുമ്പോൾ അത് നമ്മൾക്ക് നല്ലതാണെന്ന് പിതാവായ ദൈവം അറിയുകയും ചെയ്യുമ്പോൾ അവിടുന്ന് നമ്മൾക്ക് ചെയ്തു തരിക തന്നെ ചെയ്യും, ഇന്നല്ലെങ്കിൽ നാളെ. കാരണം പുത്രനോടുള്ള സ്നേഹത്തെ പ്രതി അവിടുന്ന് നമ്മളോടും സ്നേഹം കാണിക്കുന്നുണ്ട്. പിതാവായ ദൈവത്തെ നമ്മൾ കൂടുതലായിട്ട് സ്നേഹിക്കാം. നമ്മൾ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും സ്നേഹിക്കുമ്പോൾ അവിടുന്ന് സന്തോഷിക്കും. സ്വർഗം സന്തോഷിക്കുകയും നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുകയും നമ്മളെയും സന്തോഷിപ്പിക്കുകയും ചെയ്യും. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു.